ജനപ്രിയ മെസ്സേജിംഗ് ആപ്പ് ടെലിഗ്രാമിൻ്റെ സഹസ്ഥാപകനും സിഇഒയുമായ പവേൽ ദുറോവ് ഫ്രാൻസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. വടക്കൻ പാരീസിലെ ലെ ബോർഷ്യ വിമാനത്താവളത്തിലാണ് ഫ്രഞ്ച് അധികൃതർ അദ്ദേഹത്തെ കസ്റ്റഡിയിലാക്കിയത്. അസർബൈജാനിൽ നിന്ന് സ്വകാര്യ വിമാനത്തിൽ എത്തിയതായിരുന്നു പവേൽ. എന്നാൽ അറസ്റ്റ് എന്തിനാണെന്ന് ഇതുവരെ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡി സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഫ്രാൻസ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവുമായി റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ്, മയക്കുമരുന്ന് കടത്ത്, സൈബർ വേട്ട ഉൾപ്പെടെ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫ്രഞ്ച് ഏജൻസിയായ പവേൽ ദുറോവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടെലിഗ്രാം ഉപയോഗിച്ച് ഒരു തടസ്സവുമില്ലാതെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്നും ഇതെല്ലാം കമ്പനി നോക്കി നിൽക്കുകയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതായി ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ നിരീക്ഷിച്ചു നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിൽ മോഡറേറ്റർമാരില്ലെന്നും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ ഫ്രാൻസിൽ എത്താനുള്ള പവേലിന്റെ ധൈര്യം ഞെട്ടിച്ചെന്നാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPയോട് പ്രതികരിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റഷ്യയിൽ ജനിച്ച പവേൽ ദുറോവ് ഇപ്പോൾ UAEയിലെ ദുബായിലാണ് കഴിയുന്നത്. ടെലിഗ്രാമിൻ്റെ ആസ്ഥാനവും ഇവിടെയാണ്. UAE, ഫ്രാൻസ് ഇരട്ട പൗരത്വം അദ്ദേഹത്തിനുണ്ട്. അറസ്റ്റിന് പിന്നാലെ പാരീസിലെ റഷ്യൻ എംബസി ഫ്രഞ്ച് അധികൃതരെ സമീപിച്ചിരുന്നു. കസ്റ്റഡിയുടെ കാരണം തേടിയെങ്കിലും ഫ്രഞ്ച് അധികൃതർ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്നാണ് എംബസി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. പവേലിന്റെ പൗരാവകാശം സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുമെന്നും അറസ്റ്റ് നടപടികളെക്കുറിച്ച് അറിയാൻ കാര്യാലയത്തിന് അനുമതി നൽകണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2013 സഹോദരൻ നിക്കോളെ ദുറോവുമായി ചേർന്ന് പവേൽ ദുറോവ് ടെലിഗ്രാം എന്ന പേരിൽ ടെലിഗ്രാമിന്റെ ആൻഡ്രോയിഡ് iOS പതിപ്പുകൾ പുറത്തിറക്കുന്നത്. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ലോകമെങ്ങും കത്തിപ്പടർന്ന ആപ്ലിക്കേഷൻ. നിലവിൽ 100 കോടിയിലേറെ സബ്സ്ക്രൈബർമാരുള്ള ടെലിഗ്രാം ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് എന്നിവ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ജനപ്രീതിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത്. VK അല്ലെങ്കിൽ വികോണ്ടാക്ട് എന്ന പേരിൽ റഷ്യ ആസ്ഥാനമായുള്ള മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി സ്ഥാപകനാണ് പവേൽ ദുറോവ്. 2006 ആരംഭിച്ച പ്ലാറ്റ്ഫോം പക്ഷേ പലതവണ റഷ്യൻ ഭരണകൂടത്തിന്റെ അപ്രീതിക്ക് അപാത്രമായിട്ടുണ്ട്. പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾക്കും നേതാക്കൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്ന ഭരണകൂട നിർദ്ദേശങ്ങൾക്ക് പലപ്പോഴും കമ്പനി വഴങ്ങിയില്ല. ഒടുവിൽ ഭരണകൂടത്തിന് കീഴടങ്ങാൻ കൂട്ടാക്കാതെ 2014 പവേൽ രാജിവിടുകയും ചെയ്തു. ഒരാളുടെയും ഉത്തരവ് കേട്ട് ജീവിക്കാൻ താൽപ്പര്യമില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ റഷ്യ വിടാനുണ്ടായ കാരണമായി വ്യക്തമാക്കിയത്. ഇതിനുശേഷം ബെർലിൻ, ലണ്ടൻ, സിംഗപ്പൂർ, സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെടെ നിരവധി നഗരങ്ങളിൽ ടെലിഗ്രാം ആസ്ഥാനം തുറക്കാൻ നോക്കി അദ്ദേഹം. ഒടുവിലാണ് ദുബൈയിൽ കാലുറപ്പിക്കുന്നത്. 2022 റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ടെലിഗ്രാമും സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. പലപ്പോഴും വ്യാജ പ്രചാരണത്തിന്റെ കേന്ദ്രമായി ആപ്ലിക്കേഷൻ എന്ന് ആരോപണമുയർന്നിരുന്നു. യുക്രൈനും റഷ്യയും ഒരുപോലെ ടെലിഗ്രാം ഉപയോഗിച്ച് വ്യാജ വിവര യുദ്ധവും തുടർന്നു. യുദ്ധത്തിലേതെന്ന് പറഞ്ഞ് വ്യാജ വീഡിയോകളും ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. വിർച്വൽ യുദ്ധക്കളമായിരുന്നു ടെലിഗ്രാം എന്ന് വിലയിരുത്തലുണ്ടായി. ടെലിഗ്രാം ഇപ്പോഴും സൂക്ഷിക്കുന്ന രഹസ്യാത്മകത തന്നെയാണ് ഇപ്പോഴും സുരക്ഷാ പ്രശ്നമായി ഉയർത്താറുള്ളത്. പേര് വിവരങ്ങൾ മറച്ചുവെച്ച് യൂസർമാർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനാകും. ലഹരി, മയക്കുമരുന്ന് ഇടപാടുകൾക്കും ആയുധക്കടത്തുകൾക്കും പോൺ സെക്സ് റാക്കറ്റുകൾക്കും ഉൾപ്പെടെ സുരക്ഷിത താവളമായി ടെലിഗ്രാം മാറിയതായി പലപ്പോഴും പല രാജ്യങ്ങളിലെയും സുരക്ഷാ വിഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാജ്യദ്രോഹ ചാരപ്രവർത്തനങ്ങൾക്കും ആപ്പ് ഉപയോഗിക്കുന്നതായി ചില രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഡാർക്ക് വെബിന്റെ ചെറിയൊരു പതിപ്പായി ടെലിഗ്രാമിനെ വിലയിരുത്തുന്നവരുമുണ്ട്. പവേൽ ദുറോവിനെതിരായ ഫ്രഞ്ച് അറസ്റ്റ് വാറന്റും ഇത്തരമൊരു നടപടിയുടെ ഭാഗമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്.